ഈ രക്ഷാപ്രവർത്തകരുടെ പ്രതികരണം അവിടെ നിന്ന് വരുന്നുണ്ട്. തുടരുകയാണ്. കയറിയതിന് പിന്നാലെയാണ് പാറ വീണ്ടും ഇടിഞ്ഞത്. ഞങ്ങൾ ജസ്റ്റ് നമുക്ക് മുകളിൽ നിന്ന് ഓഫീസർമാർ, നമ്മുടെ RFO സാർ ഉണ്ടായിരുന്നു, DFO സാർ ഉണ്ടായിരുന്നു. അവർ നമ്മളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ബാക്കി STF അംഗങ്ങൾ, ഫയർഫോഴ്സിലെ STF അംഗങ്ങൾ എല്ലാവരും മുകളിൽ ഞങ്ങൾക്കുള്ള ബിലേ ലൈൻ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും പെട്ടെന്ന് നമ്മളെ വലിച്ചു കയറ്റുക. ഈ പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് വലിച്ചു കയറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ബാക്കി എല്ലാ സേനാംഗങ്ങളും മുകളിൽ അലർട്ടായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അവർ മുകളിൽ നിന്ന് നിർദ്ദേശം തന്നു കയറിക്കോളാൻ വേണ്ടി. നമ്മുടെ ഓഫീസർ നിർദ്ദേശം തന്നതിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, മുകളിലേക്ക് കയറി ജസ്റ്റ് കഴിഞ്ഞതായിരുന്നു ആ പാറ ഇടിഞ്ഞു വീണത്. ഇപ്പോൾ വലിയ ക്രെയിൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ദൗത്യം? അതാണ് തൊട്ട് മുന്നിൽ പറഞ്ഞത്. നമ്മളതിൽ ഹുക്ക് ചെയ്യാനുള്ള 2 പോയിന്റ് കണ്ടിട്ടുണ്ട്. ആ പോയിന്റിൽ അതിനെ ഹുക്ക് ചെയ്തിട്ട് ഉയർത്താനായിട്ടുള്ളൊരു ശ്രമമായിരിക്കും. ആ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ കഴിയുന്നൊരു പ്രതീക്ഷയുണ്ട്? അത് അങ്ങനെ ഒരു സമയം നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ കണ്ടതാണ്. ഈ പാറകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതിനിടയിൽ നമ്മൾ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പം ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്കവേറ്ററിനുള്ളിൽ ഒരാളുണ്ടെങ്കിൽ ഈ ക്രെയിൻ എത്തിച്ചു കഴിഞ്ഞാൽ നേരത്തെ കളക്ടർ പറഞ്ഞത് തള്ളി താഴേക്ക് ഇടുമെന്നാണ് പറഞ്ഞത്. മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത് ശ്രമകരമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമമായിരിക്കുമോ നടത്തുക? നമ്മൾ മുകളിലേക്ക് ഉയർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പം നമ്മൾ നമ്മളിത് മുകളിലോട്ട് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ഇത് നമ്മൾ ഹുക്കകത്ത് നിന്നില്ലെങ്കിൽ ഈ മുകളിൽ നിൽക്കുന്ന ആ ക്രെയിൻ ഉൾപ്പെടെ താഴേക്ക് വന്നാൽ വീണ്ടും ഒരു അപകട സാധ്യത ഉണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ അത് ലൈവായിട്ടുള്ള ആൾക്കാരുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണത്. അപ്പോൾ അതിനകത്ത് റിസ്ക് ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് ഇതെല്ലാം എക്യുപ്മെന്റ്സ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. നേരത്തെ കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് ഈ ക്രെയിൻ എത്തിയ ശേഷം ഈ എസ്കലേറ്റർ താഴേക്ക് മാറ്റാൻ അതും ആലോചിക്കുന്നുണ്ട്. കാരണം എസ്കലേറ്റർ ദൂരെ വെച്ച് ചെയ്താലൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ അഥവാ വലിച്ചിട്ടാലും ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർക്ക് യാതൊരു ആക്സിഡന്റും ഉണ്ടാവാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതാണ് 2-3 പ്ലാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞ പ്ലാൻ നോക്കി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കണ്ടാണ് ഇന്നലെ തന്നെ നമ്മൾ അവിടെ നിന്ന് 2 പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മുകളിൽ നിന്ന് പാറ അടന്നു വീണ് ഭയങ്കരമായ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ കാർ ഹിറ്റാച്ചി ഇവിടെ ആലപ്പുഴയിൽ നിന്ന് സംസാരിച്ച് അവിടെ നിന്ന് ഒരു ഹിറ്റാച്ചി എത്തിക്കുന്ന കാര്യം കൂടി കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിനായിരിക്കും? അത് മുകളിൽ ഒന്ന് നമുക്കൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഈ പാറ മാറ്റണം. ഈ അതിന്റെ പുറത്ത് കിടക്കുന്ന അത് JCB ഹിറ്റാച്ചിയുടെ പുറത്ത് കിടക്കുന്ന പാറ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ആ JCB കൊണ്ടുവരുന്നത്. ഇന്നലത്തെ അപകടം നിങ്ങളെല്ലാം കണ്ടു കാണും. അതായത് ഹൈ റിസ്ക് എടുത്താണ് നമ്മൾ അവിടുന്ന് 2 പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്, ഈ ബോഡി അടിക്കുകയും ചെയ്യുന്നത്. അതെടുത്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഭീകരമായ സൗണ്ടോടുകൂടി പാറ ഇടിഞ്ഞു വീണത്. അപ്പം വളരെ സമഗ്രമായ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം നമുക്ക്. രതീഷ്, അതായത് വളരെ ശ്രമകരമായ ഒരു രക്ഷാദൗത്യമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് ഈ ദൗത്യ സംഘത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇന്നലെ ഈ രക്ഷാദൗത്യത്തിനിടയിലും ഇന്ന് രാവിലെയും നേരത്തെ അബിലാൽ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ 9:30 കൂടിയും വീണ്ടും ഈ ദൗത്യ സംഘം ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ പാറക്കഷ്ണങ്ങൾ താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏറെ ദുഷ്കരമായിട്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവരൊരു വിശ്രമത്തിലാണ്. കാരണം ഈ ക്രെയിൻ നേരത്തെ കളക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ക്രെയിനും ഒരു ഹിറ്റാച്ചിയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അതുകൂടി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ സംരക്ഷണം, അതായത് ഈ താഴേക്ക് ഇറങ്ങുന്ന രക്ഷാ ദൗത്യത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അത് ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ക്രെയിനും കൂടി എത്തി അതിൽ ഇവരുടെ ബോഡിയിൽ നിന്ന് ഒരു റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെയും കൂടി സുരക്ഷിതമാക്കിക്കൊണ്ട് മാത്രമായിരിക്കും ഇനി ഈ ഒരു ദൗത്യം പുനരാരംഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഓഫീസർ പറഞ്ഞു വെച്ചിട്ടുള്ള. ഒന്ന് എന്ന് പറയുന്നത് നേരത്തെ കളക്ടർ പറഞ്ഞതുപോലെ ഈ ക്രെയിനിൽ ഒരു ടഗ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്ന അതായത് പാറക്കഷ്ണങ്ങളിൽ മൂടിക്കിടക്കുന്ന എക്സ്കവേറ്ററിനെ ഒരു ടഗ് ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് മാറ്റുന്ന ഒരു കാര്യം ആലോചനയിലുണ്ട്. പക്ഷേ